ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനാണെങ്കിൽ ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ വഴിയിൽ നല്ല ബ്ലോക്കാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നാളെ 10ാമതേ ഉത്സവമാണ്. അപ്പൊ ഈ കാണുന്ന അമ്പലത്തില് 10ാമതേ ഉത്സവമാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റോഡിൽ ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും ഒക്കെയാണ്. 12 മണിക്കാണ് കല്യാണം. ഇപ്പൊ 11:47 ആയിട്ടുണ്ട്. അവസാനം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് എത്തിയ ആൾക്കാരായി പോവും ഞങ്ങള് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ലാതെ ഇല്ല. എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗുരുദേവ ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാടാണ് ഞാനിപ്പോ പെടുന്നത്. മുല്ലപ്പൂ കുറച്ച് വാടിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ തലയിൽ എങ്ങനെയൊക്കെയോ വെച്ച് തീർന്നു. ബാക്കിൽ നിന്ന് നല്ല ലൈവ് മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു ആ ഒരു ഓഡിറ്റോറിയം മുഴുവൻ. പക്ഷെ ചൂടെടുക്കുന്നു എന്നൊരു പ്രശ്നം മാത്രമായിരുന്നു ഒരു പ്രശ്നമായിട്ട് വന്നത്. പിന്നീട് താഴെ ഇരുന്ന് ബോറടിച്ച സമയത്ത് ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ കയറി. അവിടെ ഇരുന്ന് കല്യാണം കുറച്ചുകൂടെ നന്നായിട്ട് കാണാമല്ലോ. അപ്പൊ ഏകദേശം പെണ്ണും ചെറുക്കനും ഒക്കെ മണ്ഡപത്തിലേക്ക് എത്താനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ആ രണ്ട് കൂട്ടരും ഈ പറഞ്ഞതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾക്ക് മുന്നേ ഈ മണ്ഡപത്തിൽ വന്നിട്ട് ഇതുപോലെ എല്ലാവരെയും നമസ്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ രണ്ടുപേരും, ചെറുക്കൻ കൂട്ടരും അതുപോലെ പെണ്ണുകൂട്ടരും, രണ്ടുപേരുടെയും കുടുംബങ്ങൾ അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് താലികെട്ടിലേക്കുള്ള ഒരു എത്തിയിരിക്കുകയാണ്. ഈഴവാസി വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈശ്വര പ്രാർത്ഥന, ദൈവദശകം തന്നെയാണ്. ഗുരുവിനെ വന്ദിച്ചിട്ടാണ് ആ ഒരു വിവാഹ ചടങ്ങുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഗുരുപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് ഏറ്റിയിരുത്തി, മണ്ഡപത്തിലേക്ക് ഏറ്റിയിരുത്തി പിന്നീട് വിവാഹ ചടങ്ങുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കലവലാന്ന് നിലയ്ക്കുന്ന എന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും താലികെട്ടൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കല്യാണം കഴിഞ്ഞു. പിന്നീട് ഫോട്ടോക്കാരന്മാർ അവരുടെ പരിപാടി തുടങ്ങി. അതായത് ഫോട്ടോ എടുക്കുക, നിന്ന് ഫോട്ടോ എടുക്കുക, കിടന്ന് ഫോട്ടോ എടുക്കുക. കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യമായിരിക്കും ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ശല്യം എന്ന് പറയുന്ന കാര്യം. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടി ഫുഡാണല്ലോ. അപ്പൊ ഫുഡിന്റെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒക്കെ ഒന്ന് കറങ്ങി നോക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒടുക്കത്ത ജനം. ആ ഫുഡ് എടുക്കുന്ന സ്ഥലത്താണെങ്കിൽ 1 ക്യൂ. എന്തായാലും ഇടിച്ചു കയറി അവസാനം 2ാമത്തെ പന്തിയിലായാലും കയറി എന്തായാലും സ്ഥലത്തിരുന്നു. പക്ഷെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ഫുഡും കൊണ്ട് ആരും വന്നില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് പോസ്റ്റായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കളിക്കുകയാണ്. എന്തായാലും അവസാനം ഓരോരോ തൊടുകറികൾ അവര് വിളമ്പാൻ തുടങ്ങി. ഇച്ചിരിയാണേ വിളമ്പിയുള്ളൂ. പക്ഷെ അങ്ങനെ വിളമ്പിയ തൊടുകറിയൊന്നും എനിക്ക് മതിയായില്ല. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത ഞാന് ഈ കറികളെ എല്ലാം ആദ്യം തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടേയിരുന്നു. അവിയലിനൊക്കെ അപ്പൊ തന്നെ കഴിച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഡിഷസും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് സെൽഫ് കൺട്രോൾ കുറവായിരുന്നു. പപ്പടം എന്താ, ഒരു മുറിഞ്ഞ പപ്പടത്തിനെയാണ് എനിക്ക് തന്നത്. ഞാൻ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ചോറാണ് ഇട്ടത്, കുറച്ച് പരിപ്പും. അങ്ങനെ പരിപ്പും അതുപോലെ തന്നെ പപ്പടവും ചോറും പിന്നെ തൊടുകറിയൊന്നും എന്റെ പാത്രത്തിൽ ബാക്കിയില്ല. കാരണം എല്ലാം ഞാൻ തിന്നു തീർത്തു. അതൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ സദ്യ ആണെങ്കിലും നല്ല സൂപ്പർ സദ്യയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, എന്റെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.